ഇങ്ങോട്ട് നല്ലോണം ക്രൂരത ചെയ്യുന്നവരോട് ഒന്ന് അങ്ങോട്ടും ചെയ്തു നോക്കാമെന്ന് വിചാരിച്ചിട്ടോ. അതായത് നമ്മളെ മിണ്ടാപ്രാണികളാണ്, നമ്മളെ സ്വത്തുക്കളാണ്, എന്നാലും വേണ്ടില്ല. ഇവരെ ചില ചില ടൈമിൽ ഇവർക്ക് നല്ല ഐക്യം കുറവായിരിക്കും. ചില ടൈമിൽ ഒരു സെറ്റൊക്കെ ആയിരിക്കും. ഒരു സെറ്റിലുള്ള ഒരു ടീം അങ്ങോട്ടും ഇങ്ങോട്ടും അങ്ങനെയൊന്നും കൊത്തൊന്നും കൂടില്ല. പക്ഷേ ചില ടൈമിൽ ഇവരെ സ്വഭാവം മാറും, നമ്മളെ മനുഷ്യരെ പോലെ തന്നെ. അപ്പോൾ ഞാൻ വിചാരിച്ച് ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടും ഐക്യമില്ലാതെ കൊത്തുകൂടിക്കൊണ്ട് ചാവാനാവും. അപ്പം ഞാൻ വിചാരിച്ച് ഒരു ക്രൂരത കൊടുത്താൽ ഇവർ നന്നാവുമെന്ന് വിചാരിച്ച് ഞാൻ ഇടയ്ക്ക് ഓരോ ക്രൂരത കൊടുക്കലുണ്ട് കേട്ടോ അവർക്ക്. ചിലത് സെറ്റ് മാറിയാൽ അങ്ങോട്ടും ഇങ്ങോട്ടും കൊത്തുണ്ടാവും. അപ്പോൾ നമ്മൾ പിന്നെ ക്രൂരത ഒന്നും ചെയ്യില്ല കേട്ടോ. അതായത് ഒരു സെറ്റിലുള്ള ഒരു കോഴി തന്നെ ആകുമ്പോൾ ഒരു ബാച്ചിലുള്ള പിന്നെ വിരിപ്പിച്ചിറക്കിയവരാകുമ്പോൾ പിന്നെ ഒരു അങ്ങോട്ടും ഇങ്ങോട്ടും കൊത്തൊന്നും കൂടാതെ ഒരു നന്നായിട്ട് ഒരു മുന്നോട്ട് പോകും. പക്ഷേ ചില ടൈമിൽ അവർക്കൊരു ദേഷ്യം ഒരു ഇതൊക്കെയാണ്. അപ്പോൾ ഒരു 2-3 ദിവസത്തേക്ക് ഫുള്ള് കൊത്തയിക്കും, അങ്ങോട്ടും ഇങ്ങോട്ടും കൊത്തി ഇവർ ചാവലാവും. അപ്പം ഞാൻ എന്താ ചെയ്യാറെന്ന് വിചാരിച്ചാൽ, ഞാൻ അങ്ങനെ കൊത്തുന്ന കോഴികളെ നോക്കിയിട്ട് പിന്നെ വേറെ ഒരു ഗ്രൂപ്പിലേക്ക് ഇടും. അപ്പോൾ അവിടെ നിന്ന് നല്ലോണം കൊത്തിങ്ങോട്ട് കിട്ടും. അപ്പോൾ ഒരു ക്രൂരകൃത്യം തന്നെയാണല്ലോ അപ്പോൾ അത്. അതായത് വേറെ പിന്നെ കൊത്തുന്നതിനെ നോക്കിയിട്ട് പിടിച്ചിട്ട് വേറെ വലിയ ഗ്യാങ് കൊണ്ടുപോയിട്ടിട്ടും അപ്പോൾ അവിടെ നിന്ന് നല്ലോണം തിരിച്ചിട്ട് നല്ല കൊത്ത് ഇങ്ങോട്ടും കിട്ടും. അപ്പോൾ ഒരു നന്നാവുകയാണെങ്കിൽ നന്നാവട്ടെ വിചാരിച്ചിട്ട് ഞാൻ അതങ്ങനെയാണ് ഞാൻ ചെയ്യാറുള്ളത്. അല്ലാണ്ട് ഇവരിങ്ങനെ കൊത്തുകൂടിയതായാൽ നമുക്ക് അത് വലിയ ബുദ്ധിമുട്ടാണ്. പിന്നെ ഓരോ ഗ്രൂപ്പിലുള്ളവർ അങ്ങോട്ടും ഇങ്ങോട്ടും കൊത്തുകൂടുമ്പോൾ നമുക്കിത് ഇവരെ പിന്നെ സെപ്പറേറ്റ് ഇടാനായിട്ട് കൂടുണ്ടാവും ചെയ്യില്ല. അപ്പോൾ കൂട് കുറേ ഉള്ളവർക്കൊന്നും വലിയ പ്രശ്നമില്ല, കൂടില്ലാത്തവർക്കൊക്കെ വലിയ പ്രശ്നമാണിത്. അപ്പോൾ ഇത് രാവിലെ തന്നെ നമ്മൾ രാത്രി ഇവർ കണ്ണ് കാണാത്ത ടൈമിൽ ഇവർക്ക് അങ്ങനെ കൊത്തൊന്നും കൂടില്ല. പക്ഷേ കണ്ണ് കാണുന്ന ടൈമിലാവുമ്പോൾ ഇവർ നന്നായിട്ട് കൊത്തൊക്കെ കൂടി ചാവാനാവും. അപ്പോൾ രാവിലെ തന്നെ തുടങ്ങും ഇവരെ ഈ കച്ചറ. അപ്പം ഞാൻ ഇങ്ങനെയാണ് ചെയ്യാറ്. നിങ്ങളൊക്കെ ഓരോരുത്തരും അങ്ങനെ കൊത്തു കൂടുന്ന ടീം ഉണ്ടാകുമ്പോൾ നിങ്ങളൊക്കെ എങ്ങനെ ചെയ്യലും ഒന്ന് കമൻ്റ് ഇടണേ. ഞാൻ ചെയ്യലിങ്ങനെയാണ്. പിന്നെ അങ്ങനെ കൊത്തുന്നതിനെ നോക്കിയിട്ട് പിടിച്ചിട്ട് വേറെ വലിയ ഗ്യാങ് കൊണ്ടുപോയിടും. അപ്പോൾ അവിടുന്ന് നന്നായിട്ട് കൊത്ത് ഇങ്ങോട്ടും കിട്ടും. അപ്പോൾ അങ്ങനെ 2 ദിവസം കൊത്ത് കിട്ടി ഒന്ന് മടുപ്പ് തുടങ്ങിയാൽ പിന്നെ ഇവരെ കൂട്ടത്തിൽ തന്നെ കൊണ്ടുപോയിട്ട് വെക്കും. അപ്പോൾ വീണ്ടും തിരിച്ച് കൊത്തുകയാണെന്നുണ്ടെങ്കിൽ പിന്നെ വീണ്ടും ആ ഗ്യാങ്ങിലേക്ക് തന്നെ വീണ്ടും കൊണ്ടുപോയിട്ടിട്ട് ഒരു ദിവസം കൂടി കൊണ്ടുപോയിട്ടിട്ട് പിന്നെ കൊത്തൊക്കെ നല്ലോണം കിട്ടി ആ കൊത്തിൻ്റെ വേദനയൊക്കെ ഓരറിയുമ്പോൾ പിന്നെയും തിരിച്ചിട്ട് പിന്നെ ആദ്യമുള്ള ഓരോ ഗ്യാങ്ങിലേക്ക് തന്നെ കൊണ്ടുപോയിടും. അപ്പോൾ ഒരു താനേ ഒരു സ്വഭാവം മാറും കേട്ടോ. അങ്ങനെയാണ് ആദ്യമേ ഞാൻ ചെയ്യൽ. അപ്പോൾ പിന്നെ എന്തൊരു ക്രൂരകൃത്യമായിട്ട് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? ഞാൻ അങ്ങനെ ക്രൂരകൃത്യം ചെയ്താലേ ഉള്ളൂ ഇവർ നന്നാവുള്ളൂ. പിന്നെ ഇങ്ങോട്ട് തിരിച്ചടിക്കുന്നവരോട് അങ്ങോട്ട് അടിച്ചാലേ ഉള്ളൂ ഇപ്പോഴത്തെ കാലത്ത് നമുക്ക് ജീവിക്കാൻ കഴിയുള്ളല്ലോ അല്ലേ. അല്ലാണ്ട് വേറെ എന്ത് ചെയ്തിട്ടും കാര്യമില്ല. നമുക്ക് കുറേ കൂടുകളൊന്നും ഉണ്ടായിട്ടും കാര്യമില്ല. നമ്മൾ സെപ്പറേറ്റ് ആക്കി നമുക്ക് ഓരോന്നിനും ഇടണമെന്നുണ്ടെങ്കിൽ അത് വല്ലാത്ത ബുദ്ധിമുട്ടാണ്. പിന്നെ അവർക്ക് ഫുഡ് കൊടുക്കണമെന്നുണ്ടെങ്കിലോ അവർക്ക് വെള്ളം കൊടുക്കണമെന്നുണ്ടെങ്കിലും ഒക്കെ നല്ല ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഞാൻ ചെയ്യൽ ഇങ്ങനെയാണ് കേട്ടോ. അല്ലാണ്ട് വേറെ എന്തെങ്കിലും ഒരു പോം വഴി ഉണ്ടെങ്കിൽ നിങ്ങളൊന്ന് കമൻ്റായിട്ട് അറിയിക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തിട്ട് കാണാനായിട്ട് ശ്രമിക്കണേ. ലൈക്ക് ചെയ്തിട്ട് ശേഷം കാണുക. പിന്നെ നമ്മൾ പഞ്ചായത്തിൽ നിന്നൊക്കെ നമുക്ക് കിട്ടുന്ന കോഴികളെ അങ്ങനെ പരസ്പരം കൊത്തുകൂടുന്നതിന് വേണ്ടിയിട്ട് ഒരു മേൽചുണ്ട് വെട്ടുന്ന ഒരു രീതിയുണ്ട്. മേൽചുണ്ട് വെട്ടുക അല്ലെങ്കിൽ ചൂടുള്ള കമ്പി അങ്ങനെ എന്തോ ചൂടാക്കിയിട്ട് അതിൻ്റെ മേലിലങ്ങ് വെച്ചിട്ട് ഉരുക്കും മേൽചുണ്ട് മാത്രം. കൊത്തുകൂടാതിരിക്കാൻ വേണ്ടിയിട്ട് ചെയ്യുന്നൊരു ഐഡിയ ആണത്. അപ്പോൾ അതൊക്കെ എനിക്ക് പേടിയാണ്. ഇങ്ങനെ വെട്ടുന്നതൊക്കെ എനിക്ക് പേടിയുള്ളൊരു കാര്യമാണ്. അത് ചോര വരുമെന്നൊക്കെ ഉള്ളൊരു പേടിയാണ്. അപ്പോൾ ഞാനിങ്ങനെ ഓരോട് തന്നെ ഒരു ക്രൂരത ചെയ്ത് നോക്കിയാൽ അവർക്ക് തന്നെ തിരിച്ചറിവ് വരുമല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാനിങ്ങനെയാണ് ചെയ്യൽ. പക്ഷേ എനിക്ക് അങ്ങനെ ചെയ്തോടത്തോളം എനിക്ക് മാറ്റം വന്നിട്ടുണ്ട് കേട്ടോ. അവർക്ക് തന്നെ തിരിച്ചടി കിട്ടുമ്പോൾ അവർ തന്നെ ഇങ്ങനെ മനസ്സിലാക്കുന്നുണ്ട്. അവർക്ക് ഇനിയിപ്പം മറ്റേ ഗ്യാങ്ങിലേക്ക് പോയാൽ കൊത്തു കിട്ടുമല്ലോ, അപ്പോൾ അവർക്ക് തിരിച്ച് കൊത്താതെ കിട്ടേ എന്നുള്ള ഒരു ഇത് അവർക്ക് തന്നെ കിട്ടലുണ്ട്. അപ്പോൾ ഇപ്പോൾ ഇതാ ഫുഡ് കൊടുക്കുന്നതൊക്കെ ഡെയിലി വീഡിയോസാണ് ഞാൻ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. രാവിലത്തെ തീറ്റ കൊടുക്കലും ക്ലീനിങ്ങും പിന്നെ മരുന്ന് കൊടുക്കലും അങ്ങനെയൊക്കെ ആയിട്ട് ചിലർക്ക് പിന്നെ അസുഖങ്ങളുണ്ട്. ചിലവർക്ക് വിരമരുന്ന് കൊടുക്കുന്നുണ്ട്. വിരമരുന്ന് നമ്മൾ ആഴ്ചയിൽ നമ്മൾ 6 മാസം കൂടുമ്പോൾ ഒരിക്കലാണ് നമ്മൾ വിരമരുന്ന് കൊടുക്കേണ്ടത്. ഈ വിരമരുന്ന് കൊടുക്കുന്നതിനുള്ള ഉപകാരം എന്താണെന്ന് വിചാരിച്ചാൽ എന്തസുഖം ഉണ്ടെങ്കിലോ ഒരുവിധ അസുഖങ്ങളൊക്കെ ഈ വിരമരുന്ന് കൂടി നമുക്ക് നീങ്ങി കിട്ടും കേട്ടോ.
വിരളക്കിയിട്ടുണ്ടെങ്കിൽ ഇവരിങ്ങനെ ചളിയിലും ചേറിലൊക്കെ നിൽക്കുന്നതും ചിക്കി ചകയുന്നതൊക്കെ കാണല്ലോ. നമ്മൾ വിരളക്കിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നല്ല കോഴികൾക്ക് അസുഖങ്ങളിങ്ങനെ അധികം ഈ അസുഖങ്ങൾ വരുന്നത് നമുക്ക് ഒരുവിധമൊക്കെ തടയാനായിട്ട് പറ്റും. ഒരുവിധ അസുഖങ്ങളൊക്കെ തടയാനായിട്ട് നമുക്ക് പറ്റും കേട്ടോ. 6 മാസം കൂടുമ്പോൾ എന്തായിട്ടും ഒന്ന് വിരളക്കുന്നത് നല്ലതാണ്. പക്ഷേ കുട്ടികൾക്ക് കൊടുക്കുന്നതിൻ്റെ അളവും പിന്നെ വലുതിന് കൊടുക്കുന്നതിൻ്റെ അളവും ഒക്കെ വ്യത്യാസമുണ്ട് കേട്ടോ. ഗുളിക രൂപത്തിലുള്ളതാണ് നമുക്ക് കിട്ടുന്നതെന്നുണ്ടെങ്കിൽ ഒരു ഗുളിക 7 കോഴിക്ക് അങ്ങനെയുള്ള ഓരോ മരുന്നിൻ്റെയും പിന്നെ പ്രത്യേകതയാണ് കേട്ടോ. എനിക്ക് കിട്ടുന്ന മരുന്നിൻ്റെതാണ് ഞാൻ പറഞ്ഞത്. ഗുളിക ആണെന്നുണ്ടെങ്കിൽ ഒരു ഗുളിക അത് 7 കോഴി, വലിയ കോഴിയാണെങ്കിൽ 7 കോഴിക്ക് അങ്ങനത്തെ ഒരു രീതിയിലാണ്. പിന്നെ ചെറിയ കോഴിക്ക് വേറൊരു കണക്കുമൊക്കെയാണ്. അപ്പോൾ നിങ്ങൾ മെഡിക്കൽ ഷോപ്പിൽ നിന്ന് വാങ്ങുമ്പോൾ അത് ചോദിച്ച് മനസ്സിലാക്കിയാൽ മതി. ഞാനിവിടെ മൃഗാശുപത്രിയിൽ നിന്നാണ് വാങ്ങൽ. പിന്നെ മരുന്നായിട്ട് സിറപ്പായിട്ടും കിട്ടലുണ്ട്. സിറപ്പാകുമ്പോൾ അതിന് 5 ml ഒരു കോഴിക്ക്, അങ്ങനെയാണ്. ഒരു സിറിഞ്ചിൽ നമുക്ക് എടുത്താൽ അതിൽ 5 ml ഒരു കോഴിക്ക് വീതം അങ്ങനെ കൊടുത്താൽ മതി. ഇത് ഞാൻ കുറേ കോഴികളുണ്ടാകുമ്പോൾ ഞാൻ തീറ്റയിൽ ഇങ്ങനെ കുഴച്ച് വെച്ച് കൊടുക്കലാണ് കേട്ടോ. കുറച്ച് തീറ്റ എടുത്തിട്ട് അതിൽ കുഴച്ച് വെച്ചിട്ട് കൊടുക്കും, മരുന്ന് വെച്ച് കൊടുക്കും. പിന്നെ ശേഷം കുറേ തീറ്റയും കൊടുക്കും. അങ്ങനെയൊക്കെ എളുപ്പപ്പണിയൊക്കെയാണ് ഞാൻ കുറേ കോഴികളുണ്ടാകുമ്പോൾ ചെയ്യൽ. അല്ലാണ്ട് ഓരോരുത്തരുടെയും വായിലിങ്ങനെ വെച്ച് കൊടുക്കുന്നതൊക്കെ റിസ്ക് ആണല്ലോ. കുറേ കോഴികളുള്ളവർക്കൊക്കെ ഇത് ഉപകാരപ്പെടും. ഇങ്ങനെ ഒരുവിധ ആൾക്കാരൊക്കെ ഇങ്ങനെ ആയിരിക്കും ചെയ്യൽ. ഇങ്ങനെ കുഴച്ചിട്ട് ഫസ്റ്റ് തന്നെ രാവിലത്തെ ഫുഡിലാണല്ലോ നമ്മൾ വിരമരുന്ന് കൊടുക്കേണ്ടത്. അപ്പോൾ കുറച്ച് തീറ്റ എടുത്തിട്ട് അതിലേക്ക് കുറച്ച് മരുന്ന് ആഡ് ചെയ്തിട്ട് കൊടുക്കും. പിന്നെയാണ് ഇവർക്ക് വേറെ നിറയാനുള്ള ഫുഡ് പിന്നെയാണ് കൊടുക്കൽ. അപ്പോൾ ഇനി അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം കേട്ടോ.